ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാനിന്ന് വന്നിരിക്കുന്നത് ഏറ്റവും സിമ്പിളായി കുറഞ്ഞ ചേരുവകൾ കൊണ്ട് ആർക്കും വീട്ടിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഉലുവ പായസത്തിൻ്റെ ഒരു റെസിപ്പിയുമായിട്ടാണ് കേട്ടോ. ഇത് നമുക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഈ ഒരു രീതിയിലാണ് നമ്മൾ ഉണ്ടാക്കുന്നതെങ്കിൽ കുട്ടികൾ പോലും വളരെ ഇഷ്ടത്തോടെ കഴിക്കും. അപ്പം നിങ്ങളെല്ലാവരും ഇതുപോലെ തന്നെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ഇനി നമുക്ക് പായസം ഉണ്ടാക്കാനായിട്ട് ഉലുവ എടുക്കാം. അത് 2 സ്പൂണാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അത് നല്ലവണ്ണം കഴുകി ഓവർനൈറ്റ് കുതിർക്കാൻ വെക്കാം. ഒരു 8 മണിക്കൂറെങ്കിലും മിനിമം അത് കുതിർക്കാൻ വെക്കണം. ഉലുവൊക്കെ നന്നാക്കി കഴുകി റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് ഇനി ഇത് കുതിർക്കാനായിട്ട് ഒരു അടപ്പ് വെച്ചിട്ട് അടച്ചു വെക്കാം. ഇനി ഇതിലേക്കുള്ള ശർക്കര നമുക്ക് ഉരുക്കിയെടുക്കാം. ഓരോ ആളുകൾക്കും എത്രയാണ് മധുരം ആവശ്യമുള്ളത് അതിനനുസരിച്ച് ശർക്കര എടുക്കാം കേട്ടോ. ഞാനിവിടെ 3 സ്പൂൺ ശർക്കരയാണ് എടുത്തത്. ഇത് നമ്മളിവിടെ എപ്പോഴും ശർക്കര ഇങ്ങനെ പൊടിച്ചിട്ട് കുപ്പിയിലാക്കി വെക്കുന്നത് കാരണമാണ് സ്പൂൺ അളവാക്കി എടുത്തത്. ഇതിലേക്ക് കുറച്ച് വെള്ളം ആഡാക്കി നമുക്കിത് നല്ലതുവണ്ണം ഉരുക്കിയെടുക്കാം. ഈ ചെറിയ ഗ്ലാസ് അളവിലാണ് ഞാൻ ഇതിലേക്ക് ആവശ്യമുള്ള വെള്ളം എടുത്തത്. ഇനി ഇത് നമുക്ക് നല്ലവണ്ണം ചൂടാക്കി ഉരുക്കി എടുക്കാം. ശർക്കരയൊക്കെ നന്നാക്കി ഉരുകി വരുന്നുണ്ട്. ശർക്കരയൊക്കെ നന്നാക്കി ഉരുകി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. നമ്മൾ ഓവർനൈറ്റ് കുതിർക്കാനായി വെച്ച ഉലുവയാണ് ഇത്. നല്ലവണ്ണം കുതിർന്ന് ക്വാണ്ടിറ്റിയൊക്കെ അത്യാവശ്യം 3 സ്പൂൺ ക്വാണ്ടിറ്റി അളവിലൊക്കെ ആയി മാറിയിട്ടുണ്ട്. ഇനി നമുക്കിത് കുറച്ചും കൂടി വെള്ളം ആഡ് ചെയ്തിട്ട് ഒരു കുക്കറിൽ വേവിച്ചെടുക്കാം. അങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് വേവും ചെയ്യും, നല്ല സോഫ്റ്റായി കിട്ടും ചെയ്യും. കുക്കറിലേക്ക് നമ്മൾ കുതിർത്ത ഉലുവയും കുറച്ച് വെള്ളം കൂടി ആഡ് ആക്കിയിട്ട് ഒരു വിസിൽ വരുന്ന രീതിയിൽ വേവിച്ച് നമുക്ക് ഇത് റെഡിയാക്കി എടുക്കാം. ഇതൊക്കെ നമ്മൾ ഉലുവ ഇതുപോലെയൊക്കെ ഉണ്ടാക്കി കഴിക്കണേ. കാരണം നമ്മുടെ ശരീരത്തിൻ്റെ പ്രതിരോധ ശക്തി വർദ്ധിക്കാനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ഉലുവ. അതുപോലെ തന്നെ കൊളസ്ട്രോൾ, ഷുഗറൊക്കെ കുറയ്ക്കാൻ ഈ ഉലുവ നമ്മളെ ഒരുപാട് സഹായിക്കും. നമ്മൾ പായസത്തിലേക്കുള്ള ഉലുവ പോലെ വേവായി റെഡി ആയിട്ട് അതിൽ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് കുറച്ച് സമയം ഒന്ന് മാറ്റി വെക്കാം. ഇനി ഇതിലേക്കുള്ള അടുത്ത ഇൻഗ്രീഡിയൻസ് റെഡിയാക്കാം. ഇനി നമുക്ക് പായസത്തിലേക്കുള്ള മെയിനായിട്ടുള്ളത് നമുക്ക് തേങ്ങാപ്പാലല്ലേ. അപ്പോൾ ആ തേങ്ങാപ്പാൽ വരുമ്പോഴാണ് ഇതിനൊരു പ്രത്യേക ടേസ്റ്റും ആ ഉലുവയുടെ ഒരു ചമർപ്പ്, ഒരു കയ്പ്പ് ചുവയൊക്കെ അല്ലേ, അതൊക്കെ ഒന്ന് മാറി കിട്ടാൻ ഏറ്റവും നല്ലതാണ്. അപ്പോൾ അതായത് തേങ്ങ എടുത്തിട്ട് നമ്മൾ ഉരുക്കി വെച്ച നമ്മുടെ ശർക്കരയും കൂട്ടിയിട്ട് നമുക്കിത് മിക്സിയിലിട്ട് നന്നായിട്ട് അടിച്ചെടുക്കാം. ഇനി നമ്മൾ പായസം ഉണ്ടാക്കാനായിട്ട് വേവിച്ച് വെച്ച ഉലുവയില്ലേ, അതൊന്ന് നമുക്ക് ഒന്നെങ്കിൽ മിക്സിയിലിട്ട് അന്ന് അരച്ചെടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ മിക്സറുണ്ടെങ്കിൽ അതുകൊണ്ടൊന്ന് അരച്ചെടുക്കാം കേട്ടോ. ഇതുപോലെ ഒന്ന് അരച്ച് റെഡിയാക്കാം. ഇത് നമ്മൾ ഉലുവൊക്കെ അരച്ച് നല്ലതുപോലെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ പായസം റെഡിയാക്കാം. ഇനി ഗ്യാസ് ഓൺ ചെയ്ത് ഇതിലേക്ക് നമ്മൾ അരച്ച് മാറ്റി വെച്ച തേങ്ങാപ്പാലും ശർക്കരയും കൂടി മിക്സ് ചെയ്തിട്ടാണല്ലോ അരച്ചത്, അത് ഇതിലേക്ക് ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് ഇളക്കി നല്ലൊന്ന് തിളച്ച് വരുന്ന സമയത്ത് തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യണം. നമ്മൾ തേങ്ങാപ്പാൽ ഒരുപാട് വേവിക്കണ്ട, അതുകൊണ്ട് നല്ലതുപോലെ ഒന്ന് തിള വരുന്ന സമയത്ത് തന്നെ അത് ഓഫാക്കാം. അങ്ങനെ നമ്മൾ പായസമൊക്കെ ഒന്ന് ഏകദേശം റെഡി ആയി വന്നിട്ടുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് മധുരമൊക്കെ ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടി ഒരു നുള്ള് ഉപ്പ് കൂടി ആഡ് ആക്കാം. അങ്ങനെ നമ്മൾ ഉലുവ കൊണ്ട് ഈ ഒരു രീതിയിൽ തേങ്ങാപ്പാലും ശർക്കരയൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കുന്നതെങ്കിൽ കുട്ടികൾ പോലും നല്ല ഇഷ്ടത്തോടെ തന്നെ കഴിക്കും. കാരണം ഉലുവയുടെ ആ ഒരു കയ്പ്പ് ടേസ്റ്റ് പോലും ഈ ഒരു പായസത്തിന് കാണില്ല. അപ്പം നമ്മൾ മാക്സിമം ഈ ഒരു രീതിയിൽ തന്നെ ഉണ്ടാക്കാനൊക്കെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ. അപ്പോൾ നമ്മൾ പായസം നല്ല രീതിയിൽ തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫാക്കാം. ഇനി ഇതിലേക്ക് കുറച്ചുകൂടി ഒന്ന് ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു പായസമല്ലേ, അപ്പോൾ പായസത്തിൻ്റെ ആ ഒരു ടേസ്റ്റ് കിട്ടണമെങ്കിൽ എപ്പോഴും അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഈ നെയ്യിലിട്ട് ഒന്ന് വറുത്തെടുത്ത് നമുക്ക് ഇതിലേക്ക് ആഡാക്കി കൊടുക്കാം. അതുപോലെ തന്നെ നമ്മൾ ഈ ഉലുവ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിനുണ്ടാകുന്ന സന്ധിവേദന, ശരീരവേദന, കൊളസ്ട്രോൾ, തൈറോയിഡ്
അങ്ങനെ ഒരുപാട് അസുഖങ്ങൾക്കുള്ള ഒരു മരുന്നാണ്. അപ്പോൾ ഉലുവൊക്കെ നമ്മൾ ഈ ഒരു രീതിയിൽ ഇടയ്ക്കൊക്കെ ഉണ്ടാക്കി നോക്കണം കേട്ടോ. കൂടുതലും നമ്മൾ ഉലുവ കഞ്ഞി വെച്ചിട്ടാണല്ലോ കഴിക്കാറ്. നമ്മളിതുപോലെ പായസമൊക്കെ ആക്കി കഴിക്കുമ്പോൾ എല്ലാവരും നല്ല ഇഷ്ടത്തോടെ തന്നെ കഴിക്കും. കണ്ടില്ലേ, നമ്മൾ പായസമൊക്കെ റെഡിയായി, കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നുന്നില്ലേ? അപ്പോൾ ഇടയ്ക്കൊക്കെ ഇതുപോലെ ഒന്ന് ഉലുവ ഉപയോഗിച്ച് ഉണ്ടാക്കാൻ ട്രൈ ചെയ്യണേ. കാരണം അത്രയ്ക്കും ഹെൽത്ത് ബെനിഫിറ്റ് ഉള്ള ഒന്നാണ് ഉലുവ. അപ്പോൾ നമുക്ക് ഇനി ഇത് ഒരു ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാം. അപ്പോൾ നമ്മൾ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഉലുവ പായസം ഇതാ ഇവിടെ റെഡിയായി. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുതേ. ഇൻഷാ അല്ലാഹ്. അപ്പോൾ പുതിയ റെസിപ്പിയുമായി വീണ്ടും കാണാം. ബൈ ബൈ, സീ യു.